പ്രണയത്തെ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു കലയായിട്ടാണ് ലൈംഗികതയെ കാമസൂത്രയിൽ പറയുന്നത്. വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ വളരെ സൂപ്പറായിട്ടുള്ള 5 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നോക്കാം. പലരും വായിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും കാമസൂത്ര അല്ലേ? എന്നാൽ വായിക്കാൻ പറ്റിയിട്ടുണ്ടാവുമോ? ഇല്ല, കൂടുതൽ പേർക്കും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്കത് ഓഡിയോ ബുക്കായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കുക്ക് ഓഫ് ഹോമിലുണ്ട് കേട്ടോ. വളരെ നന്നായിട്ട് അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ വിസ്തരിച്ച ഒരു ഓഡിയോ ബുക്കാണ്. നിങ്ങൾക്കറിയാലോ, 7 ദിവസം കുക്ക് ഓഫ് ഹോം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്, ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള എല്ലാ ബുക്സും ഉണ്ട്. അപ്പം നിങ്ങൾക്കത് കേൾക്കാം. 7 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. ഒരുപാട് നല്ല കാര്യങ്ങൾ സ്ത്രീയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള പൊസിഷനെ പറ്റിയിട്ട് ഒരു സ്ത്രീയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും എങ്ങനെയായിരിക്കണം പങ്കാളികൾ ജീവിക്കേണ്ടതൊക്കെ ഭയങ്കര നല്ലൊരു ഗൈഡാണ് കാമസൂത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേൾക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാൻ കയറിയിട്ട് കുക്ക് ഓഫ് ഹോം ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കും കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മളൊക്കെ പറയുന്ന പോലെ അനുവാദം ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പങ്കാളികളായിട്ടുള്ള ആളുകൾ ചോദിക്കേണ്ട രീതിയെ പറ്റി പറയുന്നുണ്ട്. അതായത് തോളത്ത് കൈ വെക്കുക എന്നുള്ളത്. തോളത്ത് കൈ വെക്കുമ്പോൾ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരെ പറ്റിയിട്ട് അറിയാലോ. അവരെങ്ങനെ എന്തായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നില്ലയോ എന്നൊക്കെ ഉള്ള അവരുടെ മുഖമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കൈ വെക്കുമ്പോൾ അവരുടെ ഭാവങ്ങളൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അവർക്കത് ഇഷ്ടമാണോ, ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇന്ന് എങ്ങനെയാണ് മൂഡ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇതാണ് 1ാമത്തെ ടിപ്സ്. പങ്കാളികളൊന്നും അല്ലാത്ത വേറെ ആൾക്കാരെ പോയിട്ട് തൊഴിൽ വെച്ചേക്കരുത് കേട്ടോ. ശ്രദ്ധിക്കണം. പിന്നെ പറയുന്ന 2ാമത്തെ ടിപ്സ് ഉമ്മ കൊടുക്കുന്ന രീതിയെ പറ്റിയാണ്. നിങ്ങളൊരു ഡോഗല്ല കടിച്ച് പറിച്ച് മതിക്കാൻ. നിങ്ങൾ വളരെ സോഫ്റ്റായിട്ടുള്ള കിസിലൂടെ വേണം തുടങ്ങുന്ന പറയുന്നത്. അത് മുഖത്താണെങ്കിലും ശരീരത്താണെങ്കിലും നിങ്ങളുടെ ഓരോ ഉത്തേജിപ്പിക്കേണ്ട ഭാഗത്താണ് വളരെ സോഫ്റ്റായിട്ട് ഉമ്മ വെച്ച് തുടങ്ങുന്നതാണ് പറയുന്നത്. ഇതാണ് 2ാമത്തത്. 3ാമത്തത് 64 തരത്തിലുള്ള ആക്ടിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ നമ്മളുടെ ഫോർപ്ലേ പെടും, അതുപോലെ തന്നെ ഉമ്മോക്കലും കെട്ടിപ്പിടുത്തവും ഓറിലേക്ക് ലൈംഗികത്തിലേർപ്പെടുന്നതും ഒച്ചവെക്കലും കടിക്കലും മാന്തലും ഒക്കെ ഈ 64 ആക്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ആ 64 ആക്ടും ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തത് സ്ത്രീ പുരുഷനെ സ്ക്രാച്ച് ചെയ്യുന്ന പറയുന്നത്. മാന്തി കീറി പൊട്ടിക്കാനല്ല പറയുന്നത്, വളരെ പതിയെ സ്ക്രാച്ച് ചെയ്യുന്നത് അവനെ കൂടുതലായിട്ട് ഉണർത്താൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നതിലും പലതരത്തിലുണ്ടത്രേ. 8 തരത്തിലുള്ള സ്ക്രാച്ച് ഉണ്ട് അത്രേ. ഹാഫ് മൂൺ ഡിസ്കസ്, ടൈഗേഴ്സ് ക്ലോ, ലൈൻ സർക്കിൾ, ഹാരി സ്ലീപ്പ്, ലോട്ടസ് സ്ലീപ്പ്, പീകോക്ക് ഫൂട്ട്, ഇങ്ങനെ കുറേ തരത്തിലുള്ള സ്ക്രാച്ചിനെ പറ്റി പറയുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അതുപോലെ തന്നെ പുരുഷനെ പറഞ്ഞേക്കുന്നത് കടിക്കാനാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള കടികളാണ് സ്ത്രീ ഉണർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. അങ്ങനത്തിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇതാണ് 4ാമത്തെ. 5ാമത്തെ ടിപ്സായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് മൾട്ടിപ്പിളായിട്ടുള്ള രതിമൂർച്ച കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ എന്താ പറയുക, പുരുഷന് ആദ്യം സ്ത്രീക്ക് രതിമൂർച്ച വരുത്തിയതിന് ശേഷം മാത്രം പുരുഷനിലോട്ട് കിടക്കാനാണ് പറയുന്നത്. പുരുഷന് വന്നു പോയാൽ പോയി, പക്ഷെ സ്ത്രീക്ക് മൾട്ടിപ്പിളായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം അവളുടെ രതിമൂർച്ച വന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ രതിമൂർച്ചയിലോട്ട് കിടക്കാനാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ബോണ്ടൊക്കെ കൂട്ടാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വീഡിയോസ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.